ഹായ് ഗൈസ്, നമ്മളെല്ലാവരും ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. സ്വിച്ച് ഓഫ് ആക്കി ഫ്രിഡ്ജിന്റെ വയർ ഊരിയിട്ടതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പാടുള്ളൂ. അതിലോട്ട് ആരും ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പാടില്ല. ആ കാര്യം ചെയ്തതിന് ശേഷം മാത്രമേ ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ പാടുള്ളൂ. അങ്ങനെ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പം പിന്നെ ഓരോരാൾക്കും അപകടം പറ്റി മരണപ്പെട്ടതായിട്ട് വരെ സംഭവം കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെപ്പോൾ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആക്കി ഊരിട്ടതിന് ശേഷം മാത്രമേ വൃത്തിയാക്കാത്തൂ. എന്തെല്ലോ സാധനം ഉണ്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത്. എല്ലാ സാധനവും ബാക്കി വരുന്നതിനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് എടുത്തോണ്ടാക്കും. ഒരു ദിവസം എടുത്തു നോക്കി, രണ്ടാമത്തെ ദിവസം എടുത്തിട്ട് കളയും. അത്ര പോലും അന്നേരം കളയാനോ ഒന്നും തോന്നൂല. കുറേ നാൾ കൂടി ഒരിക്കൽ ഫ്രിഡ്ജ് വൃത്തിയാക്കുമ്പോൾ അതിൽ ഒരുപാട് സാധനം എടുത്ത് നീക്കാനുണ്ടാവും. ആടെ ഏറിയും പറ്റിച്ച് വെച്ചിട്ട് ഇതെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ട് വെള്ളമൊഴിച്ച് കഴുകി പഠിക്കലാണ് പതിവ്. ഇതിപ്പോൾ ഇന്ന് സമയമില്ല, അതുകൊണ്ട് കുറച്ച് ചെറിയൊരു ഓപ്പ മട്ടത്തിൽ ഒന്ന് വൃത്തിയാക്കുന്നു. പുറത്ത് കൊണ്ടുപോയി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയാവും. കറിവേപ്പില, പച്ചമുളക്, കടുമാങ്ങ, വെള്ളം, തേങ്ങമുറി, ഇതൊക്കെയാണ് ഇപ്പൊ ഫ്രിഡ്ജിൽ വെക്കുന്ന സാധനങ്ങൾ. അച്ചാറ്, തേങ്ങ ചിരകിയത്, തട്ടിക്കൂട്ടി ഫ്രിഡ്ജൊന്ന് ചെറുങ്ങനെ വൃത്തിയാക്കി നല്ല വൃത്തിയിൽ പിന്നെ ആക്കാം. വൃത്തിയാക്കിയ ശേഷം വയറെടുത്ത് കുത്തി സ്വിച്ച് ഓൺ ആക്കി. ഓക്കേ.